സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. പകലിൻ്റെ ബന്ധപ്പാടുകൾക്ക് ശേഷം അല്പം വേറിട്ട് വന്ന് അങ്ങയുടെ തൃപ്പാദത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് കർത്താവേ അങ്ങയെ പാടി പുകഴ്ത്തുവാൻ, അങ്ങയുടെ വിലയേറിയ വചനം ധ്യാനിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന വിലപ്പെട്ട സന്ദർഭങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കൾ അനുഗ്രഹീതമായിട്ട് കർത്താവെ പാട്ടുകൾ പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. അവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും കൃപ നൽകി. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സഹോദരി സഹോദരന്മാരെ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷയാൽ കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായിട്ടുള്ള നാളുകൾ ഞങ്ങൾ ഓർക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അത് പ്രകാരം ഇന്നും ദൈവമേ അങ്ങയുടെ സത്യങ്ങളുടെ പ്രകാശനം ഉണ്ടാകുമ്പോൾ അത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനെ രൂപാന്തരം വരുത്തുവാൻ ശക്തമായ പാപബോധമുള്ളവായി കർത്താവ് അനുദപിച്ച് മടങ്ങി വന്ന് കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട്, അനുഗമിക്കുന്നവരായിട്ട്, ആ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ തുടരുന്നവരായിട്ട് ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാദേശിക സഭയുടെ മഹത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അങ്ങയുടെ ദാസൻ കർത്താവെ ഇന്ന് അങ്ങയുടെ വചനം അറിയിക്കുമ്പോൾ ആ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഒരിക്കൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അതനുസരിച്ച് കർത്താവ് ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് മഹത്വം വരുമാറ് ഈ തലമുറയിൽ ജീവിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ നിരന്തരമായ ശുശ്രൂഷകളാൽ തനിക്ക് ക്ഷീണം നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും ആത്മാവിന് ശക്തി നൽകി, തനിക്ക് ആവശ്യമായ ആരോഗ്യ ബലവും തൊണ്ടയ്ക്കൊക്കെ വേണ്ടുന്ന കൃപകളൊക്കെ നൽകി, വചനത്തിലെ പ്രകാശനം നൽകി കർത്താവ് സഹായിക്കണമേ. കേൾവിക്കാരായി ഞങ്ങൾക്കും കർത്താവ് തുറന്ന ഹൃദയത്തോടെ ഇരിപ്പാൻ തക്കവണ്ണം അരുളി ചെയ്യണമേ. അടിയനിതാ എന്നുള്ള ആ താഴ്മയുള്ള മനോഭാവത്തോടെ ഇരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങളുടെ അരികിലുണ്ട്. അത് സെൻസ് ചെയ്ത് ഈ സമയങ്ങൾ മുഴുവൻ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ശാപത്തിന് ശിക്ഷയ്ക്ക് കാരണമായിട്ട് തീരാതെ കേൾക്കുന്ന വചനം അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ, അത് ഞങ്ങളുടെ സഭാ ജീവിതത്തിന് കർത്താവ് സഭാകാന്തനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതിന് കൂടുതൽ സഹായകരമാകുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ തലമുറയിൽ അങ്ങയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സഭയ്ക്കായി സ്തോത്രം. ഇതിൽ ചുമതലപ്പെട്ട നയിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി, ശുശ്രൂഷകന്മാർക്കായി, സുവിശേഷകനായി കർത്താവെ അങ്ങയുടെ ദാസിമാർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നാളെ അങ്ങയെ ജലത്തിൽ സാക്ഷീകരിക്കാനായി പോകുന്ന മക്കൾക്കായി സ്തോത്രം. അതുപോലെ തന്നെ നാളെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഇവിടെ കർത്താവെ നല്ല ജ്യോതിസ് പോൽ പ്രകാശിക്കുവാൻ തുടർന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു മുഖാന്തരം താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു.